ഹായ് ഡിയർ. അപ്പോൾ നമ്മുടെ ഡിവിഷൻ അല്ലേ, ഹരണമാണ് പറയാൻ പോകുന്നത്. വലിയ നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് അല്ലേ, ഇവിടെ 2 ഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 5276 നമ്മൾ 2 കൊണ്ടാണ് ഹരിക്കുന്നത്, ഡിവൈഡ് ചെയ്യാണ്, ഡിവിഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 5 അല്ലേ, ഫസ്റ്റത്തെ നമ്പർ ഒന്ന് എടുക്കാം. 5 2നേക്കാൾ കൂടുതലായതുകൊണ്ട് 5 തന്നെ എടുക്കാം. ഇനിയിപ്പോൾ 2നേക്കാൾ ചെറുത്, ഇവിടെ 1 വന്നെങ്കിൽ 1ൽ 2 ഇല്ല, അപ്പോൾ നമുക്ക് 2 സംഖ്യ നോക്കാം, 2 ഡിജിറ്റ് നോക്കാം, അങ്ങനെ എടുക്കാം. ഓക്കെ, ഇവിടെ 5 തന്നെ നമുക്ക് 2 എത്ര പ്രാവശ്യം പോകുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പുറത്ത് നിൽക്കുന്ന ഈ 2 പുറത്ത് നിൽക്കുന്ന ആളുടെ ഗുണന പട്ടിക ടേബിളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 5ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കിയാൽ 2ൻ്റെ ടേബിൾ നമ്മൾ നോക്കണം. 2 2 2 4, 5ൻ്റെ മുന്നേ ആയിട്ട് വരുന്നത് 2 2കളാണ് അല്ലേ. അപ്പോൾ 2 2 4. ഓക്കെ, അപ്പോൾ നമുക്ക് റിമൈൻഡർ ശിഷ്ടം എത്ര വന്നു? 1 അല്ലേ. ഇനി അടുത്ത ആളെ നമ്മളിത് ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതാണ്. അപ്പോൾ എത്ര വന്നു? 12. 12ൽ എത്ര 2 ഉണ്ട് നോക്കണം. അപ്പോൾ 2 2 2 2 4, 3 2 6, 4 2 8, 5 2 10, 6 2 12 അല്ലേ. അപ്പോൾ 6 2 12 കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ബാക്കി 0 വരിക അല്ലേ. പിന്നെ നമുക്ക് അടുത്ത ആൾക്കാരെ ഇറക്കി എഴുതാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എയിനെ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതാം. നമ്മൾ എയിൽ എത്ര 2 ഉണ്ട്? 3 2 അല്ലേ. 3 2 6. ഓക്കെ, 6. അപ്പോൾ 7ന്ന് 6 പോയാൽ 1. ഇനി ബാക്കി -c ആണ്. ഇവിടെയൊക്കെ -c ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനി 6നെയും കൂടെ ഇറക്കി എഴുതാനുണ്ട്. അപ്പോൾ 6നെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 1ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ 16. 16ൽ എത്ര 2 ഉള്ളത്? 8 2 16. ഓക്കെ, കണ്ടോ, ശിഷ്ടം 0 ആണ് അല്ലേ. റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ നോക്കിക്കുക. രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 7ൽ എത്ര 3 ഉണ്ട് നോക്കാം. 3ൻ്റെ പട്ടികയാണ് നമ്മൾ നോക്കേണ്ടത്, ടേബിളാണ് നോക്കേണ്ടത്. ഒരു 3 3 2 3 6 6 വരെ പോവുള്ളൂ അല്ലേ, 7ൻ്റെ മുന്നേ ഉള്ള. അപ്പോൾ 2 3 6, റിമൈൻഡർ 1 വന്നു, മൈനസ് ചെയ്തപ്പോൾ 1 കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ആളിവിടെ ഇറക്കി എഴുതണം. 19. 19ൽ എത്ര 3 ഉള്ളത്? 6 3 18 അല്ലേ. യെസ്. അപ്പോൾ 19 18 പോയാൽ 1 ഉണ്ട്. പിന്നെയും വീണ്ടും 1നെ ഇറക്കി എഴുതണം. 11. 11ൽ എത്ര 3 ഉള്ളത്? 3 3 9. യെസ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 2. 2ൻ്റെ അടുത്തേക്ക് ആരെയും കൂടെ വരാനുണ്ട്? ഒരു 6ഉം കൂടെ അവിടെ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ 26. 3 21 എത്ര വരും? 3 24 അല്ലേ. 8 3 24. ഓക്കെ, ബാക്കി ശിഷ്ടം 2, റിമൈൻഡർ 2 വരുന്നുണ്ട്. ഇനി ഈ 2ലേക്ക് ഇറക്കി എഴുതാൻ ഇവിടെ ആളില്ല, അതേപോലെ 2ൽ 3 ഇല്ല അല്ലേ. അപ്പോൾ അതാണ് റിമൈൻഡർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹരണം ഡിവിഷന് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും കൊണ്ടുപോകാൻ കാരണം ഈ 2നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ എന്ത് വരണം? ഡെസിമൽ പോയിൻ്റ് വരണം അല്ലേ. ഡെസിമൽ നമ്പറായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതായത് ദശാംശ സംഖ്യ കിട്ടണമെങ്കിൽ ദശാംശം ഇവിടെ ഇട്ട് കൊടുക്കുക. അത് വെറുതെ മുകളിൽ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ പോരാ, അതിനനുസരിച്ച് ഈ 2ൻ്റെ അടുത്ത് ആരെയും കൂടെ കൊടുക്കുക? 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 20 ആയി. 20ൽ 3 എത്ര ഉണ്ട് നോക്കിയാൽ മതി. അപ്പോൾ എത്ര വരും? 6 3 18. വീണ്ടും നമുക്കിതാ 2 തന്നെയാണ് കിട്ടുക. വീണ്ടും പിന്നെ നമ്മൾ വീണ്ടും ശിഷ്ടം വരുന്നതനുസരിച്ച് നമ്മളിവിടെ ഇങ്ങനെ 0 ഇട്ട് കൊടുത്ത് പോയാൽ മതി, പോയിൻ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. 0 ഇട്ട് പോവാം. ലാസ്റ്റ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാം. ലാസ്റ്റ് ഒന്നുകിൽ ലാസ്റ്റ് 0 വരുന്നവരെ നമ്മൾ ചെയ്യണം. ഇവിടെ ഈ ഒരു കേസിൽ 0 വരില്ല, കാരണം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ 20 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6 6 6 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ 2 3 വരെയൊക്കെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേറെ കിട്ടില്ല, കാരണം വീണ്ടും വീണ്ടും 20 വരിക. അതല്ല, ചില കേസിൽ ഇവിടെ 0 ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഏത് വരെയാണോ പോകുന്നത് അതുവരെ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്.